ശ്രീലങ്കയ്ക്കെതിരായ 3 ട്വൻ്റി-ട്വൻ്റികളുടെ പരമ്പരയിൽ ഇന്ത്യൻ ടീമിനെ നയിക്കാനൊരുങ്ങുകയാണ് 360 ബാറ്ററായ സൂര്യകുമാർ യാദവ്. 3 മത്സരങ്ങളുടെ പരമ്പരയിൽ വലിയൊരു ബാറ്റിംഗ് റെക്കോർഡ് കൂടി സ്കൈയെ കാത്തിരിക്കുകയാണ്. ക്യാപ്റ്റനായി കസറുന്നതിനൊപ്പം ആ റെക്കോർഡ് കൂടി സൂര്യയ്ക്ക് തകർക്കാൻ സാധിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ബാക്കി വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിച്ചേക്കട്ടെ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ത്യയെ സംബന്ധിച്ച ഒരുപാട് പ്രത്യേകതകളുള്ള പരമ്പര കൂടിയാണിത്. മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ വിരമിക്കലിനു ശേഷം ഇന്ത്യ ആദ്യമായി പുതിയ ക്യാപ്റ്റന്റെ കീഴിൽ കളിക്കുന്ന പ്രധാനപ്പെട്ട പരമ്പരയാണിത്. കൂടാതെ പുതിയ കോച്ച് ഗൗതം ഗംഭീറിൻ്റെയും ആദ്യത്തെ ചാലഞ്ച് കൂടിയാണിത്. രോഹിത് രാഹുൽ ദ്രാവിഡ് യുഗത്തിനു ശേഷം ഗംഭീർ സൂര്യ ജോഡിയിലേക്ക് വരുമ്പോൾ അത് ക്ലിക്കാവുമോ എന്നാണ് അറിയാനുള്ളത്. ലങ്കയ്ക്കെതിരെ 2020-യിൽ ഏറ്റവും അധികം റണ്ണെടുത്ത ഇന്ത്യൻ താരമെന്ന ഓൾ ടൈം റെക്കോർഡാണ് ഈ പരമ്പരയിൽ സൂര്യയെ കാത്തിരിക്കുന്നത്. നിലവിൽ ഈ റെക്കോർഡിന്റെ അവകാശി രോഹിത്താണ്. 2020-യിൽ ലങ്കയ്ക്കെതിരെ അദ്ദേഹം വാരിക്കൂട്ടിയത് 411 റൺസ്. 400-ന് മുകളിൽ റൺസ് അവർക്കെതിരെ നേടിയിട്ടുള്ള ഏക താരവും ഹിറ്റ്മാൻ തന്നെയാണ്. മുൻ ഓപ്പണർ ശിഖർ ധവാൻ 375, മുൻ ഇതിഹാസ താരം വിരാട് കോഹ്ലി 339, ഇപ്പോൾ 2020 ടീമുകളുടെ ഭാഗമല്ലാത്ത KL രാഹുൽ 301, ശ്രേയസ് അയ്യർ 296, മുൻ സ്റ്റാർ ഓൾറൗണ്ടർ സുരേഷ് റെയ്ന 265 എന്നിവരാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിലുള്ളത്. ഇന്ത്യൻ റൺ വേട്ടക്കാരുടെ ലിസ്റ്റിൽ റെയ്നയ്ക്ക് പിന്നിൽ ഇപ്പോൾ 7ാം സ്ഥാനത്താണ് സൂര്യയുള്ളത്. എന്നാൽ നടക്കാനിരിക്കുന്ന പരമ്പരയിൽ കസറിയാൽ ഒറ്റയടിക്ക് തലപ്പത്തേക്ക് കയറാൻ സ്കൈക്ക് സാധിക്കും. ഇപ്പോൾ 254 റൺസാണ് സൂര്യയുടെ അക്കൗണ്ടിലുള്ളത്. നടക്കാൻ പോകുന്ന 3 മത്സരങ്ങളുടെ പരമ്പരയിൽ 158 റൺസ് നേടാനായാൽ രോഹിത്തിനെ പിന്തള്ളി പുതിയ കിങ്ങായി അദ്ദേഹം മാറും. 2020-യിലെ നമ്പർ 1 ബാറ്റർ കൂടിയായ സൂര്യയ്ക്ക് ഇത് അസാധ്യമായ കാര്യമല്ല. നിലവിലെ ഫോം പരിഗണിക്കുമ്പോൾ അദ്ദേഹം രോഹിത്തിന്റെ റെക്കോർഡ് തിരുത്താൻ തന്നെയാണ് സാധ്യത. 3 മത്സരങ്ങളിൽ നിന്നും 178 റൺസ് സ്കോർ ചെയ്യാൻ സാധിച്ചാൽ മറ്റൊരു റെക്കോർഡും സൂര്യയെ കാത്തിരിക്കുന്നുണ്ട്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഇതുവരെ നടന്ന 2020 മത്സരങ്ങളിൽ ഏറ്റവും അധികം റൺസ് എടുത്ത താരമായി മാറാൻ അദ്ദേഹത്തിന് കഴിയും. നിലവിൽ ഈ റെക്കോർഡ് മുൻ ലങ്കൻ ക്യാപ്റ്റനും ഓൾറൗണ്ടറുമായ ദസുൻ ഷനഗയ്ക്കാണ്. 430 റൺസോടെയാണ് അദ്ദേഹം തലപ്പത്തുള്ളത്. അതേസമയം തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് രോഹിത്തിന്റെ പിൻഗാമിയായി സൂര്യയ്ക്ക് 2020-യിലെ പുതിയ ക്യാപ്റ്റനായി നറുക്കുവീണത്. സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയായിരുന്നു രോഹിത്തിനു ശേഷം പുതിയ ക്യാപ്റ്റനാവേണ്ടിയിരുന്നത്. കാരണം വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം. ഇന്ത്യ ചാമ്പ്യന്മാരായ കഴിഞ്ഞ 2020 ലോകകപ്പിലും ഹാർദിക്കായിരുന്നു വൈസ് ക്യാപ്റ്റൻ. പക്ഷേ ലങ്കയ്ക്കെതിരായ പരമ്പരയിൽ വമ്പൻ ട്വിസ്റ്റ് സംഭവിക്കുകയും ഹാർദിക്കിന് ക്യാപ്റ്റൻസി ലഭിച്ചില്ലെന്ന് മാത്രമല്ല വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. തുടർന്നാണ് സൂര്യ പുതിയ ക്യാപ്റ്റനും ശുഭ്മൻ ഗിൽ പുതിയ വൈസ് ക്യാപ്റ്റനുമായി മാറിയത്.